തൃശൂർ നഗരത്തിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയയാൾ പിടിയിൽ. മുംബൈ സ്വദേശി സുബ്രത മണ്ഡലാണ് പിടിയിലായത്. കോൺക്രീറ്റ് തൊഴിലാളിയാണ് സുബ്രത. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. കേസ് എടുത്തിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ നഗരത്തിലൂടെ അപകടകരമായ രീതിയിൽ ഈ സുബ്രത മണ്ഡൽ എന്ന് പറയുന്ന ആൾ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾക്ക് നടുവിലൂടെ സ്കേറ്റിംഗ് നടത്തിയത്. ഈ സംഭവത്തിന് പിന്നാലെ പോലീസ് KPA ആക്ട് 118 പ്രകാരം മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന കുറ്റകരമായ ശ്രമം നടത്തി എന്നുള്ള കുറ്റം ചുമത്തി പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷെ ഇയാളെ കണ്ടെത്താൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. നഗരത്തിലെ CCTV ക്യാമറകളടക്കം പരിശോധിച്ചെങ്കിലും 2 ദിവസത്തോളം പ്രതിയെ കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് സമാനമായ രീതിയിൽ വീണ്ടും പ്രതി സ്കേറ്റിംഗ് നടത്തുന്നതിനായി സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങിയതോടുകൂടിയാണ് പോലീസ് ഇയാളെ കണ്ടെത്തുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും. KPA ആക്ട് 118 പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് 12 മണിയോടുകൂടിയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ഈ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് 2 ആഴ്ച മാത്രമാണ് താൻ ഇവിടെ എത്തിയിട്ട് ആകുന്നുള്ളൂ, തൃശ്ശൂരിൽ എത്തിയിട്ട് ആകുന്നുള്ളൂ. മുംബൈയിലാണ് കൺസ്ട്രക്ഷൻ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്. മുംബൈയിലാണ് ജീവിച്ചു വന്നിരുന്നത്. അവിടെ വന്നും തൃശ്ശൂരിൽ തലൂറിൽ താമസിക്കുന്ന സഹോദരനൊപ്പം ആണ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെയും നിർമ്മാണ ജോലികളിലേക്കടക്കം ജോലി ചെയ്യുന്നതിനായി എത്തിയതാണ്. പക്ഷെ തനിക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യം അറിയില്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംഭവത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഗുരുതരമായ വകുപ്പല്ലാത്തതിനാൽ പ്രതിയിൽ ഫൈനടച്ച് പ്രതിക്ക് പുറത്തിറങ്ങാനാകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.